ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +1 മാത്സിലെ 4th ചാപ്റ്ററായ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 4.1 ആകെ ഒരു എക്സസൈസ് ഈ ചാപ്റ്ററിലുള്ളൂ. ആ ഒരു എക്സസൈസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ 12 ക്വസ്റ്റ്യൻ, ആദ്യത്തെ 12 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി 2 വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ക്വസ്റ്റ്യൻസ് കാണാത്തവരെ, അതിൽ പറ്റി സംശയമുള്ളവർ ആ വീഡിയോ കാണേണ്ടതാണ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 13th ക്വസ്റ്റ്യൻ തൊട്ടിട്ടാണ്. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 13th ക്വസ്റ്റ്യൻ, 1 + 3/1 × 1 + 5/4 × 1 + 7/9 etc. × 1 + 2n + 1 divided by n square is equal to n + 1 the whole square എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നമ്മളിതെല്ലാം പ്രൂവ് ചെയ്യണത് ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ടാണ്. ഇതിന് ആകെ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ, അതിനും ഒരു 3 സ്റ്റെപ്പാണുള്ളത്. ഒരേ രീതിയിലാണ് നമ്മൾ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അതുകൊണ്ട് ആരും ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ എങ്ങനെയാണ് ആൻസർ എഴുതണമെന്ന് നോക്കാം. നമ്മൾ തുടക്കം എങ്ങനെ എഴുതണം? ലെറ്റ് പി ഓഫ് എൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ തന്നെ എഴുതാം. ആദ്യത്തെ ഒരു പ്രോബ്ലത്തിൽ ഞാൻ കാണിച്ചു തരാം. ലെറ്റ് പി ഓഫ് എൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന 1 + 3/1 × 1 + 5/4 × etc. × 1 + 2n + 1 divided by n square is equal to n + 1 the whole square. ഇത്രയും നമ്മൾ ലെറ്റ് പി ഓഫ് എൻ എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് മുഴുവനായിട്ട് LHSഉം RHSഉം എഴുതണം. ഇനി നമുക്ക് 3 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫോർ n is equal to 1, എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ പി ഓഫ് 1 നമുക്ക് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് വളരെ ഈസി ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കാം. അപ്പോൾ ഇവിടെ n + 1 കൊടുക്കുമ്പോൾ 1 + 1 the whole square is equal to 1 + 1 2, 2 square is equal to 4. 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 + 3 എന്ന് എഴുതാമല്ലേ. നമ്മുടെ ലെഫ്റ്റ് സൈഡ് നമ്മൾ നോക്കണം. 1 + 3 നമുക്ക് എങ്ങനെ എഴുതാം? 1 + 3/1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 3/1 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. അപ്പോൾ 1 + 3 തന്നെയാണ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് നമുക്ക് കിട്ടിയില്ലേ? അപ്പോൾ വിച്ച് ഈസ് ട്രൂ. അപ്പോൾ ഫോർ n is equal to 1 the result is true. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. LHSഉം RHSഉം ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത്, സ്റ്റെപ്പ് 2ൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് assume that എന്താണ്? P of k is true, അല്ലെങ്കിൽ for n is equal to k the result is true. P of k is true. That is എന്താണ് P of k വരെ? അതായത് ഇത് n is equal to k വരെ. അപ്പം 1 + 3/1 × 1 + 5/4 × etc. × എന്നിൻ്റെ സ്ഥാനത്തൊക്കെ നമുക്ക് k കൊടുക്കാം. 1 + 2k + 1 divided by k square which is equal to റൈറ്റ് സൈഡും കൊടുക്കാം k + 1 the whole square. എന്നിനൊക്കെ നമ്മൾ k വാല്യൂ കൊടുത്തു. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയാം. ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നില്ല, ഇത് ട്രൂ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? വി ഹാവ് ടു പ്രൂവ് എന്താണ്? P of k + 1 is true. അതായത് when n is equal to k + 1, അത് നമുക്ക് എന്താണ്? പ്രൂവ് ചെയ്ത് കൊടുക്കണം അത് ട്രൂ ആണെന്ന്. എപ്പോൾ? whenever, അതും കൂടി നമ്മൾ എഴുതണം. whenever P of k is true. P of k ട്രൂ ആണെങ്കിൽ മാത്രമേ നമുക്ക് P of k + 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതും അതിൻ്റെ ഒപ്പം തന്നെ എഴുതണം. അപ്പോൾ k + 1 നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. kയുടെ നമ്മൾ ട്രൂ ആണെന്നുള്ളത് അസ്യൂം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് P of k + 1 വരിക? P of k + 1 എന്ന് പറയുമ്പോൾ എന്നിനെ k + 1 കൊടുക്കുന്ന വാല്യൂ അല്ലേ? 1 + 3/1 × 1 + 5/4 × etc. × kയുടെ ടേമും കൂടി നമുക്ക് ഒരുമിച്ച് എഴുതാം. കാരണം k വരെയുള്ള വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ k ആണെങ്കിൽ എന്താ വരിക? 1 + 2k + 1 divided by k square പ്ലസ്, ഇനി k + 1 ആണെങ്കിൽ എന്ത് വരും? 1 + 2 × k + 1 അല്ലേ? അല്ലെങ്കിൽ 1 + 2k + 1 + 2. അതായത് ഇവിടെ നമുക്ക് എന്താ വരുന്നത്? ഇവിടുത്തെ ടേം നോക്കി, ഇത് 3, ഇത് 5. അപ്പോൾ 3യുടെ കൂടെ 2 ആഡ് ചെയ്തപ്പോൾ നമുക്ക് അടുത്ത ടേം കിട്ടി. അതുപോലെ ഇവിടെ 2k + 1 ആയിരുന്നു, അതിൻ്റെ കൂടെ +2 ചെയ്യുക. അപ്പോൾ 2k + 1 + 2 ഡിവൈഡഡ് ബൈ എന്ത് വരും? kയുടെ സ്ഥാനത്ത് k + 1 the whole square. ഇതാണ് നമ്മുടെ k + 1 കൊടുക്കുന്ന ടേം. ഇത് ഈസ് ഈക്വൽ ടു, നമുക്ക് ആൻസർ എഴുതാൻ പറ്റില്ല, നമുക്കിത് പ്രൂവ് ചെയ്യാനുള്ളതാണ്. പക്ഷേ ഇതുവരെയുള്ള ടേമിന് പകരം നമുക്ക് ഇക്വേഷൻ 1 അനുസരിച്ച് എന്ത് കൊടുക്കാം? k + 1 the whole square എന്ന് കൊടുക്കാം അല്ലേ? k + 1 the whole square പ്ലസ് ഇവിടെ എന്ത് വന്നു?
1 പ്ലസ് 2k പ്ലസ് 1 പ്ലസ് 2 എന്താവും 3 ഡിവൈഡഡ് ബൈ 1ന് ഡിനോമിനേറ്റർ ഇല്ല കേട്ടോ. ഇത് k പ്ലസ് 1 എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിനോമിനേറ്ററാണ്. k പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ. അത് നമ്മൾ തെറ്റിക്കരുത്. ഇവിടെ പ്ലസ് അല്ല കേട്ടോ, ഇൻറ്റു ആണ്. നമ്മൾ ഓരോ ടേമും ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഇൻറ്റു ആണ്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 2k പ്ലസ് 3 ഡിവൈഡഡ് ബൈ k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. ഇനി k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഈ k പ്ലസ് 1 നമുക്ക് എൽ സി എം എടുക്കാം അല്ലേ. k പ്ലസ് 1 ദ ഹോൾ സ്ക്വയറിന് എൽ സി എം എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 1 ഇൻറ്റു k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ k പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് ഈ ടൈം അതുപോലെ തന്നെ എഴുതുക അല്ലേ, 2k പ്ലസ് 3 ഡിവൈഡഡ് ബൈ k പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ. ഇനി ഈ k പ്ലസ് 1 ദി ഹോൾ സ്ക്വയറും ഈ k പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ നമുക്ക് കോമൺ ആയിട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞുകൂടെ? കളയാം. ഇനി k പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ നമുക്ക് ഇനി ഇവിടെ നമുക്ക് ഇത് a പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ഉപയോഗിച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തുകൂടെ? എന്താ പറയുക? k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 പ്ലസ് പിന്നെ ബാക്കി ഇവിടെ എന്തുണ്ട്? 2k പ്ലസ് 3 ഉണ്ട്. എല്ലാം കൂടി നമുക്കൊന്ന് ഒരുമിച്ച് എഴുതിയാലോ. k സ്ക്വയർ പ്ലസ് 2kയും 2kയും 4k പ്ലസ് 1ഉം പ്ലസ് 3യും പ്ലസ് 4ഉം. ഇതെന്ന് പറയുന്നത് എന്താണ്? k പ്ലസ് 2 ദ ഹോൾ സ്ക്വയറിൻ്റെ ഫുൾ ഫോം അല്ലേ? അത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് k സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4 കിട്ടുക. ഇതെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഇതിപ്പോൾ നമ്മുടെ ആൻസർ ആയി. എന്നാലും നമ്മൾ k പ്ലസ് 1ൻ്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ എന്ത് എഴുതാം? k പ്ലസ് 1 പ്ലസ് 1 ശരിയല്ലേ? k പ്ലസ് 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ k പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. അതായത് നമ്മുടെ ആൻസർ എന്തെന്നാണ് വരേണ്ടത്? നമുക്ക് n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. എന്നിൻ്റെ സ്ഥാനത്ത് നമുക്കിവിടെ എന്ത് വേണം? k പ്ലസ് 1. കണ്ടോ? n പ്ലസ് 1 ശരിയല്ലേ? k പ്ലസ് 1 പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ വിച്ച് ഈസ് ട്രൂ. അപ്പോൾ k പ്ലസ് എപ്പോഴും നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് നമുക്കിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ആൻസറിലേക്ക് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്കവിടെ എന്താ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തേണ്ടതെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. കുറച്ച് പ്രോബ്ലം ചെയ്താൽ നമുക്കത് മനസ്സിലായിക്കോളും. വിച്ച് ഈസ് ട്രൂ. ദെർഫോർ ഹാൻസ് by the principle of mathematical induction, by the principle of mathematical induction, എന്ത് പറയാം? the result is true for every natural number n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ എല്ലാത്തിനും അത് ട്രൂ ആയിരിക്കുമെന്ന് നമ്മൾ ജനറലൈസ് ചെയ്തു. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളാണ് ഇതിലുള്ളത്. ഇതെല്ലാ പ്രോബ്ലത്തിനും ഇത് തന്നെയാണ്. അപ്പോൾ ഈ k പ്ലസ് 1 മാത്രമേ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഈസിയാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് അതേപോലെ നമ്മൾ ഫോളോ ചെയ്യുക. 14th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1 പ്ലസ് 1 ബൈ 1 ഇൻറ്റു 1 പ്ലസ് 1 ബൈ 2 ഇൻറ്റു 1 പ്ലസ് 1 ബൈ 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 പ്ലസ് 1 ബൈ n ഇസ് ഈക്വൽ ടു n പ്ലസ് 1. നമുക്ക് ഇതേപോലെ തന്നെ ലെറ്റ് പി ഓഫ് n ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇത് ഫുൾ എഴുതുക. ഇപ്പം ഞാൻ ഒരു പ്രോബ്ലത്തിൽ കാണിച്ചിട്ടുണ്ടല്ലോ, ഇനി അത് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങളത് എഴുതണം കേട്ടോ. ലെറ്റ് പി ഓഫ് n എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് മുഴുവനായിട്ട് എഴുതി. ഇനി 4n നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 4n ഈസ് ഈക്വൽ ടു 1. അതായത് നമ്മുടെ പി ഓഫ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 എന്ന് എഴുതണ്ട, നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡ് മോഡൽ എഴുതേണ്ടത്. അപ്പോൾ എന്താ? 1 പ്ലസ് 1 ബൈ 1 എന്ന് പറഞ്ഞാൽ ശരി തന്നെയല്ലേ? അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് നമുക്കിവിടെ കിട്ടിയില്ല, വിച്ച് ഈസ് ട്രൂ അല്ലേ? രണ്ട് സൈഡും ഈക്വൽ ആണ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അസ്യൂം ദാറ്റ് എന്താണ്? പി ഓഫ് കെ ഈസ് ട്രൂ. നമുക്ക് n ഇസ് ഈക്വൽ ടു കെക്ക് ഈ റിസൾട്ട് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. നമുക്കത് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എന്താ? പി ഓഫ് കെ എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 പ്ലസ് 1 ബൈ 1 ഇൻറ്റു 1 പ്ലസ് 1 ബൈ 2 ഇൻറ്റു 1 പ്ലസ് 1 ബൈ 3 എക്സെട്ര ഇൻറ്റു 1 പ്ലസ് 1 ബൈ n അല്ല k ആണ്. 1 പ്ലസ് 1 ബൈ k ഇസ് ഈക്വൽ ടു k പ്ലസ് 1. എന്നിൻ്റെ സ്ഥലത്തൊക്കെ നമ്മൾ k കൊടുത്തു. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതാണ്. ഇനി നമുക്ക് അടുത്തത് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? തേർഡ് സ്റ്റെപ്പിൽ വി ഹാവ് ടു പ്രൂവ് എന്താണ്? പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ വെനെവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാക്കി എഴുതാം. എന്താ വെനെവർ പി ഓഫ് കെ ഈസ് ട്രൂ. അതാണെങ്കിൽ മാത്രമേ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആവുള്ളൂ. അപ്പോൾ എന്താ നമ്മുടെ പി ഓഫ് കെ പ്ലസ് 1 വരിക? നോക്കാം. 1 പ്ലസ് 1 ബൈ 1 ഇൻറ്റു 1 പ്ലസ് 1 ബൈ 2 എക്സെട്ര ഇൻറ്റു കെയുടെ ടൈമും കൂടെ എഴുതണേ. 1 പ്ലസ് 1 ബൈ കെ ഇൻറ്റു 1 പ്ലസ് 1 ബൈ കെ പ്ലസ് 1 അല്ലേ?
ഇസ് ഈക്വൽ ടു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് എഴുതാൻ പറ്റില്ല. ഇനി ഇതുവരെയുള്ള ടേമിനെ നമുക്ക് ഇക്വേഷൻ 1 അനുസരിച്ച് എന്ത് കൊടുക്കാം? k+1 കൊടുക്കാം അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു k+1 ഇൻറ്റു നമ്മുടെ അടുത്ത് ബാക്കി എന്താണുള്ളത്? 1+1/k+1. ഇത് കാണുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ തോന്നണേ? ഇവിടെ ഒന്ന് LCM എടുത്താൽ കൊള്ളാമെന്നുണ്ട് അല്ലേ. നമുക്ക് LCM എടുക്കാം. k+1 ഇൻറ്റു ഇവിടെ ഈ k+1 നമ്മളിവിടെ LCM എടുത്തു. അപ്പോൾ ഇവിടെ 1 ഇൻറ്റു k+1 അല്ലേ. അപ്പോൾ ഇവിടെ k+1 പിന്നെ ഇവിടെ ഈ +1 അങ്ങനെ നീണ്ട് ഡിവൈഡഡ് ബൈ k+1. ഈ k+1ഉം k+1ഉം കോമൺ അല്ലേ, നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ എന്ത് വന്നു? k+1 +1. ഒന്നുകിൽ നമുക്കതിനെ k+2 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആൻസറിൽ എന്താണ്, എപ്പോഴും നമ്മുടെ ആൻസറിലേക്ക് ഒരു കണ്ടു വേണമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. n+1 എന്നിൻ്റെ സ്ഥാനത്ത് k+1 +1 ശരിയല്ലേ. k+1 +1 വിച്ച് ഈസ് ട്രൂ. അപ്പോൾ എപ്പോഴും ലാസ്റ്റ് നമുക്കൊരു ആൻസർ കിട്ടും, പക്ഷെ നമ്മളതിനെ നമ്മുടെ ഈ റൈറ്റ് സൈഡ് പോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതേണ്ടി വരും. അപ്പോൾ അതെപ്പോഴും നമ്മൾ ആ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹെൻസ് ബൈ അപ്പോൾ k+1 ഇവിടെ ട്രൂ ആണെന്ന് കിട്ടി അല്ലേ. ഹെൻസ് എന്ത് എഴുതണം? ഹെൻസ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എവറി നാച്ചുറൽ നമ്പേഴ്സ് n. നമ്മൾ എടുത്തിരിക്കുന്ന k എന്ന് പറയുന്നത് ഫോർ സം ഇൻറ്റിജേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അതും കൂടി എഴുതിയിട്ട് വേണം നമ്മൾ അവസാനിപ്പിക്കാൻ. ഇനി നമുക്ക് 15th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 15th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1² + 3² + 5² + എക്സെട്ര + 2n - 1. കണ്ടോ ഇവിടെ ഓഡ് നമ്പർ, അതുകൊണ്ടാണ് 2n - 1 ലാസ്റ്റ് nth ടേം ആയിട്ട് വന്നത്. all square is equal to n into 2n - 1 into 2n + 1 divided by 3. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാം. ആദ്യം നമ്മൾ P of n എന്ന് പറഞ്ഞിട്ട് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫുൾ റൈറ്റ് സൈഡ് വരെ നമ്മൾ എഴുതുക. പിന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? 4n is equal to 1. അതായത് നമ്മുടെ P of 1 എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ n ഒക്കെ നമുക്ക് 1 ഇട്ട് കൊടുക്കാം. 1 into 2 into 1 minus 1 into 2 into 1 plus 1 divided by 3 is equal to 1 into ഇവിടെ എന്താ വരിക? 2 into 1 2 2 minus 1 എന്താ? 1 തന്നെ into 2 into 1 2 2 plus 1 3 divided by 3. ഈ 3യും 3യും ക്യാൻസൽ ആയി പോയി. ബാക്കി അവിടെ എന്തുണ്ട്? 1. 1ന് നമുക്ക് എന്ത് എഴുതാം? 1² എന്ന് പറഞ്ഞ് എഴുതാമല്ലേ, കാരണം നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. അവിടെ 1² ആണ് ഫസ്റ്റ്. 1 എന്ന് പറഞ്ഞു 1² എന്ന് പറഞ്ഞ് ഈക്വൽ അല്ലേ. അപ്പോൾ നമ്മൾ ഇത് 4n is equal to 1ലെ P of 1 ട്രൂ ആണെന്ന് നമുക്ക് കിട്ടിയല്ലേ. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. എന്താ നമ്മളെ അസംഷൻ എന്താണ്? അസ്യൂം ദാറ്റ് P of k is true, അല്ലെങ്കിൽ when n is equal to k the result is true. എന്താണ്? ദാറ്റ് ഈസ് P of k എന്ന് പറയുന്നത് എന്താ? 1² + 3² + എക്സെട്ര പ്ലസ് എന്നിനൊക്കെ k ഇട്ട് കൊടുക്കുക അല്ലേ. 2k - 1 the whole square is equal to എന്താ? k into 2k - 1 into 2k + 1 divided by 3 ആയിരിക്കും. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമല്ലോ. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് വി ഹാവ് ടു പ്രൂവ് എന്താണ്? P of k + 1 is true, അല്ലെങ്കിൽ when n is equal to k + 1 the result is true whenever കൂടെ എഴുതാൻ മറക്കരുത്. എന്താ whenever എന്ന് പറഞ്ഞിട്ട് എഴുതുക? P of k is true. നമുക്ക് P of k + 1 എന്താണെന്ന് നോക്കാം. എന്താ? 1² + 3² + എക്സെട്ര പ്ലസ് kയുടെ ടേമും കൂടി നമുക്ക് എഴുതാം. 2k - 1 the whole square പ്ലസ് ഇനി k + 1ൻ്റെ ടേം എന്താ വരിക? ഇതിപ്പോൾ നമ്മൾ ഒരു ടേം കഴിഞ്ഞിട്ട് 2 അല്ലേ, 2 എണ്ണം വെച്ചിട്ടാണ് ഇവിടെ ആഡ് ചെയ്ത് പോയിരിക്കുന്നത് അല്ലേ. അപ്പോൾ k + 1ൻ്റെ ടേം എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ ടേം, അതായത് ലാസ്റ്റ് kയുടെ ടേം എന്താണ്? 2k - 1 + 2 അല്ലേ. 2 വെച്ചിട്ടാണ് ഇവിടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2k - 1 + 2 the whole square. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ kയുടെ സ്ഥാനത്ത് 2 into k + 1 - 1 എന്ന് കൊടുക്കാം. അപ്പോഴും നമുക്ക് തന്നെയാണ് വരിക. ഇസ് ഈക്വൽ ടു ഇത്രയും വരെ നമുക്ക് എന്ത് കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ചിട്ട് k into 2k - 1 into 2k + 1 divided by 3 പ്ലസ് ഇതെന്ത് വന്നു? 2k - 1 + 2 എന്ന് പറയുമ്പം +1 2k + 1 the whole square എന്ന് വന്നു. ഇനി നമുക്ക് ഇവിടെ നിന്ന് LC എടുക്കാം അല്ലേ. LC എടുക്കുമ്പോൾ എന്ത് വരും? ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാണ്. LC എടുക്കുമ്പോൾ 3 ആണ് LCM വരിക. അപ്പോൾ ഇവിടെ എന്ത് വരും? 3 into അല്ലേ, ഒറ്റ സ്റ്റെപ്പിൽ ഞാൻ ചെയ്തു. നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ഇത് ചെയ്യണം കേട്ടോ. പ്ലസ് ഇവിടെ 3 into എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ വരും. ഓൾ ഡിവൈഡഡ് ബൈ 3. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടുത്തെ ഈ 2k പ്ലസ് ഇത് നമ്മൾ ഇനി എക്സ്പാൻഡ് ചെയ്യണം നിൽക്കണ്ട കേട്ടോ. നമുക്ക് ഈ 2k + 1 രണ്ടിലും കോമൺ ആയിട്ടുണ്ട് അല്ലേ. ആ 2k + 1 നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. 2k + 1 പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ എന്തുണ്ട്?
കെ ഇൻറ്റു 2k മൈനസ് 1 പ്ലസ് 3 ഇൻറ്റു ഒരു 2k പ്ലസ് 1 ഇവിടെ ഉണ്ട്. ഇവിടെ 2k പ്ലസ് 1 ഹോൾ സ്ക്വയർ ആയിരുന്നു. പിന്നെ ഓൾ ഡിവൈഡഡ് ബൈ 3. ഇത്രയായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഉള്ളിലൊക്കെ നമ്മുടെ ബ്രാക്കറ്റൊക്കെ ഒന്ന് മാറ്റി നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ 2k പ്ലസ് 1 നമ്മളിവിടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇൻറ്റു ഇവിടെ നമ്മുടെ ബ്രാക്കറ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് k ഇൻറ്റു 2k. അപ്പോൾ 2k സ്ക്വയർ മൈനസ് കെ അല്ലേ, 1 ഇൻറ്റു കെ മൈനസ് കെ പ്ലസ് ഇവിടെ എന്ത് വരും? 3 ഇൻറ്റു 2k എന്ന് പറയുമ്പോൾ 6k പ്ലസ് 3 ഓൾ ഡിവൈഡഡ് ബൈ 3 വരും. ഒന്നും കൂടി നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം അല്ലേ. 2k പ്ലസ് 1 ഇൻറ്റു ഇവിടെ എന്ത് വരും? 2k സ്ക്വയർ മൈനസ് കെയും പ്ലസ് 6k എന്ന് പറയുമ്പോൾ പ്ലസ് 5k പ്ലസ് 3 ഓൾ ഡിവൈഡഡ് ബൈ 3. ഇത് മൊത്തം ഓൾ ഡിവൈഡഡ് ബൈ 3 എഴുതി കുഴപ്പമില്ല, കാരണം അതവിടെ ഇൻറ്റു ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മിഡിൽ ടേമിനെ, ഈ 5kനെ നമ്മൾ എന്ത് ചെയ്യാണ്? സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മളവിടെ ഒരു 2k പ്ലസ് 1 ഇൻറ്റു നമ്മൾ ഈ 5kനെ 2 ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ 2k സ്ക്വയർ ആണുള്ളത്. എന്നിട്ട് ആ 2 ടേമിനെ നമുക്ക് 2 ടേമിൽ നിന്ന് ഈ 2k സ്ക്വയർ പ്ലസ് സംതിങ്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ടൊരു സംഭവം എടുക്കാൻ കിട്ടണം. അപ്പോൾ ഈ 2k സ്ക്വയറിന് ഇവിടെ എന്ത് k വന്നാലും നമുക്ക് കോമൺ ആയിട്ട് കിട്ടുക. നമുക്കൊരു 2k മതി അല്ലേ. 2k സ്ക്വയർ പ്ലസ് 2k. അപ്പോൾ ഈ രണ്ടിടത്തിലും 2k കോമൺ ആയിട്ടുണ്ട്, നമുക്ക് പുറത്തേക്ക് എടുക്കാം. ബാക്കി പിന്നെ അവിടെ എന്തുണ്ട്? 3k ഉണ്ട് അല്ലേ. 2kയും 3kയും 5k. അപ്പോൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ. 5kനെ നമ്മൾ 2k 3k ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അത് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ഇവിടെ 2k സ്ക്വയർ ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ ഒരു 2k കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ. പിന്നെ ബാക്കി ഇവിടെ 3 ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു 3k കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് 3യും നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 5kനെ നമ്മൾ 2k പ്ലസ് 3k ആയിട്ട് എടുത്തു. പിന്നെ ഒരു പ്ലസ് 3 ഇവിടെ ബാക്കിയുണ്ട്, ഓൾ ഡിവൈഡഡ് ബൈ 3. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മളത് സ്പ്ലിറ്റ് ചെയ്യാൻ. അല്ലാതെ 3k ഇവിടെ ആദ്യം എഴുതുക, അപ്പോൾ പറ്റില്ല, നമുക്കൊരു കോമൺ ആയിട്ടൊന്നും വരില്ല. 2k പ്ലസ് 1 ഇൻറ്റു ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഈ 2 ടേമിൽ നിന്ന് നമുക്ക് 2k പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബാക്കി ഇവിടെ ഒരു k ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് 1 ഉള്ളൂ. പ്ലസ് ഈ 2 ടേമിൽ നമ്മൾ 3 പുറത്തേക്ക് എടുത്തു. അപ്പോൾ 3 പുറത്തേക്ക് എടുത്താൽ ബാക്കി ഇവിടെ kയും പിന്നെ ഒരു പ്ലസ് 1ഉം ഓൾ ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു. നോക്കിയേ, ഈ ഒരു ടേമിൽ k പ്ലസ് 1 ഉണ്ട്, ഇവിടെ ഒരു k പ്ലസ് 1 ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാം. 2k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 1 നമ്മൾ പുറത്തേക്ക് എടുത്തു. ബാക്കിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഇവിടെ ഒരു 2k ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് 3 ഉണ്ട്, ഓൾ ഡിവൈഡഡ് ബൈ 3. കണ്ടോ? ഇനി നമ്മൾ നമ്മുടെ ആൻസറിലേക്ക് ഒന്ന് നോക്കിയേ. ഓൾ ഡിവൈഡഡ് ബൈ 3 നമുക്ക് കിട്ടി. n ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു 2n പ്ലസ് 1. ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് നമുക്കിവിടെ എന്ത് വരണം? k പ്ലസ് 1. നോക്കിയേ, k പ്ലസ് 1 എന്ന് പറഞ്ഞ ടേം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്കത് അവിടെ ആദ്യം അത് എഴുതി വയ്ക്കാം നമ്മുടെ ഓർഡറിൽ. k പ്ലസ് 1 പിന്നെ 2n മൈനസ് 1 നമുക്കിവിടെ എന്ത് വേണം? 2 ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് k പ്ലസ് 1 വേണ്ടേ അല്ലേ. 2 ഇൻറ്റു k പ്ലസ് 1 മൈനസ് 1. നോക്കിയേ, അങ്ങനെ ഒരു ടേം നമുക്കിവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ 2k പ്ലസ് 1നെ എന്ത് എഴുതാം? 2k പ്ലസ് 1നെ നമ്മൾ 2k പ്ലസ് 2 മൈനസ് 1 എന്നൊന്ന് എഴുതി നോക്കിയേ. ശരിയല്ലേ? 2 മൈനസ് 1 എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അതുപോലെ 2k പ്ലസ് 3നെ നമുക്ക് എങ്ങനെ എഴുതാം? 2k പ്ലസ് 2 പ്ലസ് 1 എഴുതി കൂടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല അല്ലേ. നമുക്കും അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം. കാരണം ഈ 2k പ്ലസ് 2ൽ നിന്ന് നമുക്കൊരു 2നെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ k പ്ലസ് 1 നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്, അതവിടെ നിർത്തി. ഈ 2k പ്ലസ് 2ൽ നമ്മളൊരു 2 പുറത്തേക്ക് എടുക്കുമ്പോൾ അവിടെ എന്ത് വരും? ഇവിടെ k ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് 1 ഉണ്ട്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഒരു മൈനസ് 1. കണ്ടോ? അതേപോലെ ഇവിടെ നമുക്ക് 2k പ്ലസ് 2ൽ നിന്ന് ഒരു 2 പുറത്തേക്ക് എടുക്കുമ്പം ഇവിടെ എന്ത് വരും? ഇവിടെ ഒരു k ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് 1 ഉണ്ട്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഒരു പ്ലസ് 1. കണ്ടോ? പിന്നെ ഓൾ ഡിവൈഡഡ് ബൈ 3. നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. നോക്കിയേ, നമ്മുടെ ആൻസറിൽ ഇവിടെ എന്താണ്? ഞാൻ ആ n വെച്ചിട്ടുള്ള ആൻസർ ഇവിടെ സൈഡിലൊന്ന് എഴുതി കാണിക്കാം. n ഇൻറ്റു 2n മൈനസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3. ഇതാണ് n വെച്ചിട്ടുള്ളത് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കിയേ, എന്നിൻ്റെ സ്ഥാനത്ത് k പ്ലസ് 1. ഓക്കെ, 2 ഇൻറ്റു k പ്ലസ് 1 മൈനസ് 1. കണ്ടോ? 2 ഇൻറ്റു k പ്ലസ് 1 മൈനസ് 1 ഇൻറ്റു 2 ഇൻറ്റു എന്നിൻ്റെ സ്ഥാനത്ത് k പ്ലസ് 1 കേട്ടോ. 2 ഇൻറ്റു k പ്ലസ് 1 പിന്നെ ഒരു പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 നമുക്ക് കിട്ടിയില്ലേ? നമുക്ക് റിസൾട്ട് കിട്ടിയില്ലേ? അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കിട്ടി, നമ്മുടെ ലാസ്റ്റ് ഇവിടെ ഫൈനൽ ആൻസർ കിട്ടി. എന്നിട്ട് നമ്മൾ എപ്പോഴും ആ ആൻസറിലേക്ക് ഒന്ന് നോക്കുക. ഇവിടെ k പ്ലസ് 1 ആയിരുന്നെങ്കിൽ എങ്ങനെ വേണം? അപ്പോൾ ഇവിടെ ഒരു 2k പ്ലസ് 1നെ നമുക്ക് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നൊരു 2 പുറത്തേക്ക് എടുത്തിട്ട് 2 ഇൻറ്റു k പ്ലസ് 1 മൈനസ് 1 വന്നു. അപ്പോൾ കുറച്ച് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾക്കത് മനസ്സിലായി വന്നോളും.
അപ്പം അങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ നമ്മുടെ ആൻസറിലേക്ക് നോക്കുക. അവിടെ K+1 ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് ഒന്ന് വെറുതെ ഒന്ന് സൈഡിൽ എഴുതി നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് എഴുതാം? ഹെൻസ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എവരി നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ്. നമുക്ക് 16th ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ. 1/1 × 4 plus 1/4 × 7 plus 1/7 × 10 plus etc. plus 1/3n - 2 × 3n + 1. ഇവിടെ 3 നമ്പർ ആഡ് ചെയ്യാൻ അല്ലേ. 4 + 3 7 3 ഇവിടെ ആഡ് ചെയ്ത് വരുന്നത്. is equal to n/3n + 1. നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. നമ്മൾ P(n) എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. for n is equal to 1 എന്ന് പറഞ്ഞിട്ട് എന്താണ് P(1) കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ എന്ത് വരും ഇവിടെ? 1/3 × 1 + 1 എന്ത് വരും? 1/3 + 1 എന്ന് പറയുന്നത് എന്താ? 1/4. നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ 1/4നെ 1/1 × 4 എന്ന് എഴുതിയാലും സെയിം തന്നെയല്ലേ? വിച്ച് ഈസ് ട്രൂ. നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഫസ്റ്റ് ടേമിന് ഈക്വൽ ആയില്ലേ. അപ്പോൾ n is equal to 1 ദ റിസൾട്ട് ഈസ് ട്രൂ. നമ്മൾ അസ്യൂം ചെയ്യാൻ പോവാണ് എന്താണ്? അസ്യൂം ദാറ്റ് P(k) ഈസ് ട്രൂ. കണ്ട എല്ലാ പ്രോബ്ലത്തിലും നമ്മുടെ സ്റ്റെപ്പ് ഒരേപോലെയാണ്. അതുകൊണ്ട് നമുക്ക് വളരെ ഈസിയാണ് അല്ലേ. എന്താണ് P(k) ഈസ് ട്രൂ എന്ന് പറയണോടത്ത് എന്താ വരിക? 1/1 × 4 plus 1/4 × 7 plus etc. plus 1/n നമ്മൾ k ഇട്ട് കൊടുക്കുക. 3k - 2 × 3k + 1 is equal to k divided by 3k + 1. ഇതാണ് നമ്മുടെ n is equal to k വന്നു കഴിഞ്ഞാൽ. ഇത് ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്തു. പ്രൂവ് ചെയ്യാൻ പോകുന്നില്ല. ഇനി നമുക്ക് we have to prove എന്താണ്? we have to prove P(k + 1) is true. whenever അതും കൂടി നമ്മൾ എഴുതണം. എന്താ? whenever P(k) is true. എന്താ നമ്മുടെ P(k + 1) നമുക്ക് എഴുതാം. സെയിം സ്റ്റെപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ അത് നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ എഴുതണത്. നമ്മൾ പരീക്ഷയ്ക്ക് ഫുള്ളായിട്ട് എഴുതണം. P(k + 1) എന്ന് പറയുമ്പോൾ എന്ത് വരും? K+1 വരെയുള്ള ടേം അല്ലേ. 1/1 × 4 plus 1/4 × 7 plus etc. plus kയുടെ ടേമും കൂടി നമുക്ക് എഴുതാം. 1/3k - 2 × 3k + 1 plus 1/k+1 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3 ആഡ് ചെയ്തപ്പം നമുക്ക് അടുത്തതിൻ്റെ ഫസ്റ്റ് ടേം കിട്ടി. ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്താണ്? 3k - 2 + 3. അപ്പോൾ നമുക്ക് അടുത്ത ടേം കിട്ടും. ഇൻറ്റു അതുപോലെ ഇവിടെ തന്നെ സെക്കൻഡ് ടേമിൻ്റെ കൂടെ 3 ആഡ് ചെയ്തപ്പം അടുത്ത സെക്കൻഡ് ടേം കിട്ടി. അപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് ടേം എന്തായിരുന്നു? 3k + 1. അതിൻ്റെ കൂടെ നമ്മൾ 3 ആഡ് ചെയ്തപ്പം നമുക്ക് അടുത്ത സെക്കൻഡ് ടേം കിട്ടി. ഇനി ഇതുവരെയുള്ളതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 1 അനുസരിച്ചിട്ട് k divided by 3k + 1 കൊടുക്കാം. പ്ലസ് 1 ഇവിടെ എന്ത് വരും? 3k -2 + 3 + 1 ഇൻറ്റു ഇവിടെ എന്ത് വരും? 3k + 4 വരും. 3k + 4 കണ്ടോ? ഇത്രയും വരെ മനസ്സിലായല്ലോ. ഈസിയാണോ അല്ലേ? ഇനി നമുക്കിവിടെ എന്ത് ചെയ്യാം? നമ്മുടെ LC എടുക്കാം അല്ലേ. നമുക്കിവിടെ LC എടുക്കാം. LCMൽ എന്താ വരിക? 3k + 1 ഇൻറ്റു 3k + 4. ഇവിടെ ഓൾറെഡി 3k + 1 ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ kനെ എന്ത് ചെയ്താൽ മതി? 3k + 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പ്ലസ് ഇവിടെ ഈ രണ്ട് ടേം ഓൾറെഡി ഇതിൻ്റെ ഡിനോമിനേറ്ററിലുണ്ട്. +1 അങ്ങനെ തന്നെ എഴുതി. ഇസ് ഈക്വൽ ടു ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മുടെ ആ ബ്രാക്കറ്റൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അല്ലേ. k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 3k² + 4 × k 4k + 1 ഡിവൈഡഡ് ബൈ 3k + 1 ഇൻറ്റു 3k + 4. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മിഡിൽ ടേം കെയുടെ ടേമിന് എപ്പോഴാണ് നമ്മൾ അവിടെ സ്പ്ലിറ്റ് ചെയ്യണത് കേട്ടോ. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇവിടെ നോക്കി, ഇവിടെ 3k². അപ്പോൾ ഇവിടെ ഒരു 3k ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിരുന്നു അല്ലേ. അപ്പോൾ 3k² + 3k. പിന്നെ ബാക്കി 4kയിൽ എത്ര k ഉണ്ട്? ഒരു k ഉണ്ട്. പിന്നെ ഒരു +1 ഇവിടെ ബാക്കിയുണ്ട്. ഡിവൈഡഡ് ബൈ 3k + 1 ഇൻറ്റു 3k + 4. നമുക്ക് മനസ്സിലായില്ല എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്ന്. ഇനി 3k² + 3kയിൽ നിന്ന് 3k കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തൂടെ. ബാക്കി 3k² എന്തുണ്ട്? ഒരു k ഉണ്ട്. 3kയിൽ നിന്ന് മൊത്തം എല്ലാം എടുത്തു. അപ്പോൾ അവിടെ ഒരു +1 പ്ലസ് ഇവിടെ ഒരു k + 1 അത് നമുക്കൊന്ന് ബ്രാക്കറ്റിൽ ഒരുമിച്ച് എഴുതാം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ 3k + 1 ഇൻറ്റു 3k + 4 ഇസ് ഈക്വൽ ടു ഇവിടെ നോക്കിയാൽ ഇവിടെ k + 1ഉം k + 1ഉം രണ്ട് ടേമിലും k + 1 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ എന്തുണ്ട്? ഇവിടെ 3k ഉണ്ട്. ഇവിടെ ഒന്നുമില്ല. അതിൻ്റെ അടുത്ത് എന്താണ്? +1 ആണെന്ന്. ഡിവൈഡഡ് ബൈ 3k + 1 ഇൻറ്റു 3k + 4. ഈ 3k + 1ഉം 3k + 1ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താണുള്ളത്?
k plus 1 divided by 3k plus 4. നമ്മളൊന്ന് ആൻസറിലേക്ക് നോക്കുക. നമുക്ക് എന്തായിരിക്കും k plus 1 ആണെങ്കിൽ വേണ്ടിയിരുന്നത്? k plus 1 divided by 3 into k plus 1 plus 1 അല്ലേ? അപ്പോൾ ഇവിടെ ഒന്ന് നമുക്കിവിടെ മാറ്റി എഴുതണം. k plus 1 ന്യൂമറേറ്റർ ഓക്കെയാണ്. ഇവിടെ 3 into k plus 1 വരണമെങ്കിൽ നമ്മൾ 3k കഴിഞ്ഞിട്ട് ഈ 4നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. 3 plus 1 എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൂടെ ഇസ് ഈക്വൽ ടു കണ്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കണ്ടില്ല എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്ന്. k plus 1 ഡിവൈഡഡ് ബൈ ഇനി 3k plus 3യിൽ നിന്ന് 3 പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ 3kയിൽ ബാക്കി k ഉണ്ട്. ഈ 3യിൽ നിന്ന് 3 പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി 1 ഉണ്ട്. അവിടെ ക്ലോസ് ചെയ്തു. പിന്നെ പ്ലസ് 1 നോക്കിയേ, ഇതന്നെയല്ലേ നമുക്ക് വേണ്ടിയിരുന്ന റിസൾട്ട്. എന്നിനെ k plus 1 ഡിവൈഡഡ് ബൈ 3 into k plus 1 കിട്ടിയില്ലേ? 3 into k plus 1 പിന്നെ ഒരു പ്ലസ് 1 വിച്ച് ഈസ് ട്രൂ അല്ലേ? അപ്പോൾ n is equal to k plus 1ലെ റിസൾട്ട് ട്രൂ ആണെന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ലൈൻ എന്ത് എഴുതണം? Hence, by the principle of mathematical induction, the result is true for every natural numbers n. നമുക്ക് 17th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1 by 3 into 5 plus 1 by 5 into 7 plus 1 by 7 into 9 plus etc. plus 1 by 2n plus 1 into 2n plus 3 is equal to n by 3 into 2n plus 3. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് എന്ന് പറഞ്ഞിട്ട് എഴുതി. അതിനുശേഷം 4n is equal to 1. എന്താ നമ്മുടെ പി ഓഫ് 1 വരിക? 1 by 3 into ഇവിടെ എന്നിൻ്റെ സ്ഥാനത്തൊക്കെ 1 കൊടുക്കുക അല്ലേ? 2 into 1 plus 3 is equal to 1 by 3 into 2 into 1 2 2 plus 3. എപ്പോഴും നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത് കേട്ടോ, പോയിട്ട് അഡീഷൻ ചെയ്യരുത്. അപ്പോൾ 1 by 3 into 2 plus 3 എത്രയാണ്? 5. ഇതന്നെയല്ലേ നമുക്ക് വേണ്ടത്. 1 by 3 into 5 വിച്ച് ഈസ് ട്രൂ. നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ടേം കിട്ടിയില്ലേ? അപ്പോൾ 4n is equal to 1ലെ റിസൾട്ട് ട്രൂ ആണെന്ന് കിട്ടി. ഇനി assume that രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? assume that the result is true for n is equal to k. അതായത് p of k is true. that is എന്താ p of k വരിക? എന്നിന് k കൊടുത്ത് നോക്കാം അല്ലേ? 1 by 3 into 5 plus 1 by 5 into 7 plus etc. plus 1 by 2k plus 1 into 2k plus 3 is equal to എന്ത് വരണം? k divided by 3 into 2k plus 3 ഇക്വേഷൻ നമ്പർ 1. എന്നിലൊക്കെ നമ്മൾ k കൊടുത്തു. ഇത് ട്രൂ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു അല്ലേ? നമ്മൾ പ്രൂവ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യാതെ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ? വി ഹാവ് ടു പ്രൂവ് when n is equal to k അല്ലെങ്കിൽ p of k plus 1 is true. എന്ത് എഴുതണം ഒപ്പം? whenever p of k is true. അപ്പോൾ എന്താ നമ്മുടെ p of k plus 1 വരിക? 1 by 3 into 5 plus 1 by 5 into 7 plus etc. plus 1 by 2 ആ കെയുടെ ടൈമും കൂടി നമ്മൾ എഴുതണേ. 2k plus 1 into 2k plus 3 plus 1 by ഇനി k plus 1 ആണെങ്കിലോ ഇവിടെ നോക്കിയേ 3യിൽ നിന്ന് ഈ ഫസ്റ്റ് ടൈമിൽ നിന്ന് ഈ ഫസ്റ്റ് ടൈമിലേക്ക് 2 ആഡ് ചെയ്തല്ലേ? അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടൈം എന്തായിരുന്നു? 2k plus 1 plus 2 into ഇവിടെ നോക്കിയേ 5ൽ നിന്ന് 7 എത്താൻ വീണ്ടും 2 ആഡ് ചെയ്തു. അപ്പോൾ 2k plus 3 plus 2 ഇതാണ് നമ്മുടെ k plus 1 വരിക. ഈക്വൽ ടു ഇത്ര വരെ നമുക്ക് എന്ത് കൊടുക്കാം? ഇക്വേഷൻ 1 അനുസരിച്ച് അത് p of k ആണ് അല്ലേ? k divided by 3 into 2k plus 3 plus k plus 1ൻ്റെ ടേം എന്താണ്? 1 by ഇതെന്ത് വരും? 2k plus 1 plus 2 plus 3 into ഇവിടെ എന്ത് വരും? 2k plus 3 plus 2 plus 5. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? LC എടുക്കാം അല്ലേ? നമ്മൾ സാധാരണ ചെയ്യണ മെത്തേഡ് തന്നെ. 3 into 2k plus 3 into 2k plus 5 ആണ് നമ്മുടെ LCM ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ എന്ത് വരും? k into 3യും 2k plus 3 ഓൾറെഡി ഉണ്ട്. അപ്പോൾ 2k plus 5 ആണ് ഇല്ലാത്തത്. അതുകൊണ്ട് നമുക്ക് kനെ മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് ഇവിടെയാണെങ്കിലോ 3 മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കി 2 ടേം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈക്വൽ ടു നമുക്കിനി ഇത് എന്ത് ചെയ്യാം? നമുക്കിതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം അല്ലേ? ഇവിടെ എന്ത് വരും? k into 2k സ്ക്വയർ പ്ലസ് k into 5k പിന്നെ ഒരു പ്ലസ് 3 ഡിവൈഡഡ് ബൈ നമ്മുടെ ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ 3 into 2k plus 3 into 2k plus 5. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നു അല്ലേ? അപ്പോൾ ഏതാ നമുക്ക് ഇവിടെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ മിഡിൽ ടേം ആണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കിയാൽ 2k സ്ക്വയർ. അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ എന്ത് വേണം? 2k വേണം അല്ലേ? കണ്ടോ, നമുക്ക് മനസ്സിലാവുന്നത് കണ്ടോ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാമെന്നൊക്കെ? 2k സ്ക്വയർ പ്ലസ് 5k നമ്മൾ ഒരു 2k പ്ലസ് 3k കണ്ടോ. പിന്നെ ഇവിടെ ഒരു പ്ലസ് 3 അപ്പോൾ 3k അതിന് കിട്ടിയപ്പോൾ അതിനും നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. ഡിവൈഡഡ് ബൈ 3 into
2k plus 3 into 2k plus 5 is equal to 2k square plus 2k എന്ന് നമ്മൾ 2k കോമൺ ആയിട്ട് എടുത്തു. ബാക്കി ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു k ഉണ്ട്, ഇവിടെ മൊത്തം പോയിട്ട് ബാക്കി ഒരു 1 ഉണ്ട്. പ്ലസ് 3k plus 3 എന്ന് നമ്മൾ 3 പുറത്തേക്ക് എടുത്തു. ബാക്കി അവിടെ എന്തുണ്ട്? k plus 1 വരും അല്ലേ? k plus 1 ഡിവൈഡഡ് ബൈ 3 into 2k plus 3 into 2k plus 5. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കിയേ, ഈ രണ്ട് ടൈമിലും k plus 1 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പുറത്തേക്ക് എടുത്തു. k plus 1 എടുക്കുമ്പോൾ ഇവിടെ ബാക്കി 2kയും ഇവിടെ ബാക്കി പ്ലസ് 3യും ഡിവൈഡഡ് ബൈ 3 into 2k plus 3 into 2k plus 5. 2k plus 3 2k plus 3 ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? ബാക്കി എന്താണുള്ളത്? k plus 1 divided by 3 into 2k plus 5. ഇതുവരെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ നമ്മുടെ ആൻസറിലേക്ക് ഒന്ന് നോക്കുക. ഇവിടെ എന്താണ്? n ഡിവൈഡഡ് ബൈ 3 into 2n plus 3. ഇവിടെ നമുക്ക് എൻ്റെ സ്ഥാനത്ത് k plus 1 കിട്ടിയിട്ടുണ്ട്, പിന്നെ ഇവിടെ 3 കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് വേണ്ടത് 2 into k plus 1 plus 3 അല്ലേ? പക്ഷേ ഇവിടെ 2k plus 5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇവിടെ ഒരു 2 കോമൺ ആയിട്ട് ഇവിടെ പുറത്തേക്ക് എടുക്കണം അല്ലേ? അപ്പോൾ k plus 1 ഡിവൈഡഡ് ബൈ 3 into ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് അവിടെ വരുത്തണം അല്ലേ? നമ്മൾ എന്താ അവിടെ ചെയ്യേണ്ടത്? ഈ 2k ഇനി നമ്മൾ കെയുടെ ടേമിനെ എല്ലാം സ്പ്ലിറ്റ് ചെയ്യുക, പ്ലസ് 5നെ ചെയ്യേണ്ടത്. ആദ്യം 2 ഇതിൻ്റെ കൂടെ വന്നാലേ നമുക്ക് 2 പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2നെ ഇങ്ങോട്ട് കൊടുത്തു, പ്ലസ് 3നെ കണ്ട ഈ 2kയിലത്തെ 2 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 5ന് നമ്മൾ 2 plus 3 എന്ന് പറഞ്ഞിട്ട് 2 ഇവിടേക്ക് കൊടുത്തു. അപ്പോൾ 2 plus 3 എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അടുത്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണത് നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേമിനെയാണ്. ഈക്വൽ ടു k plus 1 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ഈ 2k plus 2 നിന്ന് 2 പുറത്തേക്ക് എടുക്കുമ്പോൾ ബാക്കി അവിടെ എന്തുണ്ട്? k plus 1 പിന്നെ പ്ലസ് 3 നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അവിടെ എഴുതി. നോക്കിയാൽ ശരിയല്ലേ? നമ്മുടെ റിസൾട്ട് വന്നില്ലേ? n ബൈ എൻ്റെ സ്ഥാനത്ത് k plus 1 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2n plus 3 കണ്ട 2 ഇൻറ്റു k plus 1 plus 3. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ആ ആൻസർ നോക്കിയിട്ട് ഇതുപോലെ അപ്പോൾ നമ്മുടെ കോൺസ്റ്റൻറ്റ് ടേമിനെ അവിടെ സ്പ്ലിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ലാസ്റ്റ് എന്ത് എഴുതണം? ഹാൻസ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് n. നമുക്ക് 18th ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. 18th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 plus 2 plus 3 plus etc plus n less than 1/8 into 2n plus 1 the whole square. ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ p of n എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. പിന്നെ 4n is equal to 1ൽ നമ്മൾ p of 1 പ്രൂവ് ചെയ്യാൻ പോവുക. എന്താ p of 1 വരിക? ഇവിടെ 1/8 into 2 into 1 plus 1 the whole square is equal to 1/8 into 2 into 1 എത്രയാണ്? 2 plus 1 the whole square is equal to 1/8 into ഇവിടെ എന്ത് വരും? 3 സ്ക്വയർ വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 9/8 വരും. 3 സ്ക്വയർ എത്ര? 9/8. ഇവിടെ നോക്കിയാൽ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ടേം എന്തായിരുന്നു? 1 ഈസ് ലെസ് ദാൻ 9/8 ശരിയല്ലേ? 9/9 ആയി കഴിഞ്ഞാലാണ് ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. അപ്പോൾ 9/8 എന്ന് പറയുന്നത് 1നേക്കാൾ വലുതാണ്. 9/8 എന്ന് പറയുമ്പോൾ 1നേക്കാൾ വലുതാണ്. അപ്പോൾ 1 ഈസ് ലെസ് ദാൻ 9/8. 9/8 ന്യൂമറേറ്റർ ഡിനോമിനേറ്ററേക്കാൾ വലുതാണ് ന്യൂമറേറ്റർ. അപ്പോൾ അത് 1നേക്കാൾ വലുതായിരിക്കും. അപ്പോൾ വിച്ച് ഈസ് ട്രൂ. അപ്പോൾ n ഈസ് ഈക്വൽ ടു 1ലെ റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി അസ്യൂം ദാറ്റ് എന്താണ്? p ഓഫ് k ഈസ് ട്രൂ. അത് നമ്മൾ അസ്യൂം ചെയ്തു. എന്താണ് p ഓഫ് k വരിക? 1 plus 2 plus 3 plus etc plus k which is less than 1/8 into 2k plus 1 the whole square. ഇത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇനി നമുക്ക് p of k plus 1 ആണ് നമുക്ക് പ്രൂവ് ചെയ്യുക. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് p of k plus 1 is true whenever p of k is true എന്ന് എഴുതിയിട്ട് വേണം p of k plus 1 is equal to സ്റ്റെപ്പ് എല്ലാ പ്രോബ്ലത്തിലും ചെയ്യണ കാരണമായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ സ്കിപ്പ് ചെയ്യണം. നിങ്ങളിത് സ്കിപ്പ് ചെയ്യരുത്, ശരിക്കും എഴുതണം. 1 plus 2 plus 3 plus etc plus kയുടെ ടൈം എഴുതുക പ്ലസ് k plus 1 വിച്ച് ഈസ് ലെസ് ദാൻ ഇത്രയും വരെ നമുക്ക് എന്ത് കൊടുക്കാം? k വരെയുള്ളത് എന്താണ്? ലെസ് ദാൻ 1/8 ഇൻറ്റു 2k plus 1 the whole square പ്ലസ് നമുക്കിവിടെ എന്തുണ്ട്? ഒരു k plus 1 കൂടി ഉണ്ട് അല്ലേ? വിച്ച് ഈസ് ലെസ് k plus 1 കൂടി കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് 8 ഇവിടെ നമുക്ക് LCM ആയിട്ട് എടുക്കാം അല്ലേ? വിച്ച് ഈസ് ലെസ് ദാൻ ഇവിടെ ഈക്വൽ ടു അല്ല ലെസ് ദാൻ എന്നുള്ള സൈനാണ്. 8 എടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ 2k plus 1 the whole square പ്ലസ് ഇവിടെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 8 into k plus 1 വിച്ച് ഈസ് ലെസ് ദാൻ നമുക്ക് ഈ സ്ക്വയർ ഒക്കെ ഒന്ന് ഇവിടുന്ന് മാറ്റാം. ഇത് 2k plus 1 ഹോൾ സ്ക്വയർ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 4k സ്ക്വയർ നമ്മുടെ a plus b the whole square കേട്ടോ. 4k സ്ക്വയർ പ്ലസ്
4k പ്ലസ് 1 അല്ലേ 4k² പ്ലസ് 4k പ്ലസ് 1 പ്ലസ് ഇവിടെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8k പ്ലസ് 8 ഓൾ ഡിവൈഡഡ് ബൈ 8. നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം അല്ലേ 4k² പ്ലസ് 4k പ്ലസ് 8k 12k പ്ലസ് 1 പ്ലസ് 8 9 ഡിവൈഡഡ് ബൈ 8 ജീസ് ലെസ് ദാൻ. ഇതെന്ന് പറയുന്നത് എന്താണ് 4k² പ്ലസ് 12k പ്ലസ് 9 എന്ന് പറയുന്നത് 2k പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ അല്ലേ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഓൾ ഡിവൈഡ് ബൈ 2k പ്ലസ് 3 4k² പ്ലസ് 2 ഇൻറ്റു 2k ഇൻറ്റു 3 12k പ്ലസ് 3² 9 ശരിയല്ല? അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതി 2k പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി ഡിവൈഡഡ് ബൈ 8. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം 2k പ്ലസ് നമ്മുടെ ആൻസറിലേക്ക് നോക്കുക 1/8 ഇവിടെ കിട്ടിയിട്ടുണ്ട് 2 ഇൻറ്റു k പ്ലസ് 1 വരണം അല്ലേ? ഒരു പ്ലസ് 1 വരണം. അപ്പോൾ 3ന് നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? നമ്മുടെ കോൺസ്റ്റൻറ്റ് ടൈമിൽ നമ്മൾ അടുത്ത് സ്പ്ലിറ്റ് ചെയ്യുക 2 പ്ലസ് 1 എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്യുക അല്ലേ? ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 ലെസ് ദാൻ. ഈ 2k പ്ലസ് 2 നിന്ന് 2 പുറത്തേക്ക് എടുത്തുകൂടെ? അപ്പോൾ 2 ഇൻറ്റു k പ്ലസ് 1 പിന്നെ ഒരു പ്ലസ് 1 ഉണ്ട് പിന്നെ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 ശരിയായില്ലേ നമ്മുടെ ആൻസർ? 1/8 ഇൻറ്റു 2 ഇൻറ്റു k പ്ലസ് 1 കിട്ടിയില്ലേ? 2 ഇൻറ്റു k പ്ലസ് 1 പിന്നെ ഒരു പ്ലസ് 1 ഉണ്ട് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8. അപ്പോൾ നമുക്ക് P of k plus 1 റിസൾട്ട് ട്രൂ ആണെന്ന് കിട്ടി. അപ്പോൾ ലാസ്റ്റ് എന്ത് എഴുതണം? ഹാൻസ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ എവറി നാച്ചുറൽ നമ്പർ n എന്ന് പറഞ്ഞിട്ട് നമ്മളത് ജനറലൈസ് ചെയ്തിട്ട് എഴുതി. വളരെ ഈസി അല്ലേ ഈ പ്രോബ്ലങ്ങൾ ചെയ്യാൻ അല്ലേ? എന്ത് എളുപ്പം. ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രോബ്ലം ആ ഒരു ചാപ്റ്ററിൽ അത് മാത്രമേ ഉള്ളൂ. വേറെ ഒറ്റ മെത്തേഡോ ഫോർമുലോ ഒന്നുമില്ല. വളരെ ഈസി. ഈ k+1 റിസൾട്ട് മാത്രമാണ്. അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്കത് ആൻസറിൽ എത്തിക്കാൻ നമുക്ക് ഓൾറെഡി ആൻസർ തന്നിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ അത് എത്തിക്കാൻ നമുക്ക് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാക്ടീസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ചിലതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്തും. ചിലത് ഇതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിൽ എത്തും. അപ്പോൾ ആരും ഈ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യരുത്. എന്തായാലും പഠിക്കണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കേണ്ടതാണ്. അപ്പം ആദ്യം പറഞ്ഞ പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഒരു 6 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്